പ്രധാനപ്പെട്ട വാർത്ത ഇറാൻ ഇസ്രയേൽ സംഘർഷത്തിൽ അമേരിക്ക നേരിട്ട് പങ്കാളിയായിരിക്കുന്നു എന്നുള്ളതാണ്. ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിൽ അമേരിക്കയുടെ ആക്രമണം നടന്നു എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ വ്യക്തത വന്നിരിക്കുന്നു. ഫോർദോ, നതാൻസ്, എസ്ഫഹാൻ എന്നിവിടങ്ങളിലാണ് ആക്രമണം നടത്തിയത്. വിവരങ്ങളുമായി മധു കൊട്ടാരക്കര ന്യൂജേഴ്സിയിൽ നിന്നും പി ജെയിംസും സരുണേ ജോസും ന്യൂസ് ഡെസ്കിൽ നിന്നും ചേരും. ആദ്യം മധു കൊട്ടാരക്കരയിലേക്ക്. മധു, ഗുഡ് ഈവനിംഗ്. ഇപ്പോൾ യുദ്ധം പോലും നമ്മൾ ട്രൂത്ത് സോഷ്യലിൽ നിന്ന് അറിയുന്നു എന്ന് പറയുന്ന ഒരു നിലപാടിലേക്ക് വരുന്നു. ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിന്റെ പോസ്റ്റിൽ നിന്നാണ് ഇത് മനസ്സിലാക്കുന്നത്. അമേരിക്ക നേരിട്ട് ആക്രമണത്തിൽ പങ്കാളിയാകുമോ ഇല്ലയോ എന്ന ചോദ്യത്തിന് ഒരു ഉത്തരമായിരിക്കുന്നു അല്ലേ? ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, ഉന്മേഷ്. തീർച്ചയായിട്ടും ഒടുവിൽ ആ ഉത്തരം വന്നിരിക്കുകയാണ്. അമേരിക്ക നേരിട്ട് യുദ്ധത്തിൽ പങ്കെടുത്തു അല്ലെങ്കിൽ അതിന്റെ ഭാഗമായി എന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം വൈറ്റ് ഹൌസ് പറഞ്ഞിരുന്നത് 2 ആഴ്ചയ്ക്കുള്ളിൽ ഒരു തീരുമാനമെന്നാണ്. അപ്പോൾ തന്നെ എന്തെങ്കിലും ഉടൻ ഒരു സൈനിക നീക്കം ഉണ്ടാകാം എന്നുള്ള ഒരു സംശയം ചില സൈനിക കേന്ദ്രങ്ങളിൽ നിന്ന് ഉള്ള ഒരു വിലയിരുത്തൽ വന്നു. ഇപ്പോൾ വന്നിരിക്കുന്നത് ഇറാന്റെ സുപ്രധാനമായ 3 ന്യൂക്ലിയർ കേന്ദ്രങ്ങളാണ് ബോംബിട്ട് തകർത്തതെന്നാണ്. ഈ ഫോർദോ, അതുപോലെ നേതൻസ്, അതുപോലെ ഇസ്ഫഹാൻ പട്ടണത്തിന് സമീപമുള്ള മറ്റൊരു നിലയം, ഇവിടങ്ങളിലാണ് ഈ ബോംബ് വർഷിച്ചത്. എല്ലാ വിമാനങ്ങളും ഈ ഓപ്പറേഷൻ വിജയകരമായി പൂർത്തീകരിച്ചതിന് ശേഷം ഇറാന്റെ വ്യോമാതിർത്തിക്ക് പുറത്തേക്ക് തിരിച്ചെത്തി എന്നും ഡൊണാൾഡ് ട്രംപ് പറയുന്നു. അതിൽ ഈ ഫോർദോയും നേതൻസ് ആണവ നിലയ കേന്ദ്രങ്ങളാണ് ഇറാന്റെ ഏറ്റവും വലിയ ആണവ നിലയ കേന്ദ്രങ്ങൾ. ഏതാണ്ട് പ്രാദേശിക സമയം 2:30 ഈ ബോംബാക്രമണം നടന്നതെന്നാണ് ഇറാന്റെ ഭാഗത്തു നിന്ന് സ്ഥിരീകരിക്കാത്ത ചില റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതുപോലെ അമേരിക്കയുടെ B-2 ബോംബേഴ്സ് ആണ് ഉപയോഗിച്ചതെന്നുള്ള സ്ഥിരീകരിക്കാത്ത ചില റിപ്പോർട്ടുകളും ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. ഈ ബോംബുകൾ നമുക്കറിയാം ബങ്കർ ബസ്റ്റർ ബോംബുകളാണ്. 30,000 പൗണ്ട് ഭാരമുള്ളതാണ്. ഈ ആക്രമണത്തിന്റെ ഭാഗമായി അമേരിക്കയുടെ മറ്റേതെങ്കിലും യുദ്ധവിമാനങ്ങൾ ഉണ്ടായിരുന്നോ എന്നുള്ളതിൽ ഇപ്പോഴും ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല. പക്ഷേ ഈ ഫോർദോ ന്യൂക്ലിയർ പ്ലാന്റിൽ ഈ അമേരിക്കയുടെ ആക്രമണം അല്ലെങ്കിൽ ഈ ബോംബ് വർഷിക്കുന്നതിന് തൊട്ടു മുമ്പ് ഇസ്രായേൽ അതിന് വേണ്ട സാഹചര്യങ്ങൾ എല്ലാം അവരുടെ ഭാഗത്തുനിന്ന് ഒരുക്കിയിരുന്നു. ഈ ഏതാണ്ട് 100 അടി താഴ്ചയോളം പോയി അവരുടെ ഈ വൈദ്യുത ശൃംഖല പൂർണ്ണമായിട്ടും ഇസ്രായേൽ തകർത്തു. നമുക്കറിയാം സൂപ്പർസോണിക് മെഷീൻസുകൾ, സെൻട്രിഫ്യൂജൽ മെഷീൻസുകളുള്ള ഈ പ്ലാന്റിലാണ്. ഇവിടാണ് 200 അടി താഴ്ചയിലുള്ള ഈ ബോംബുകളിലേക്ക് എത്താനായിട്ട് അമേരിക്കയുടെ ബോംബുകൾ വേണമെന്ന് ബെഞ്ചമിൻ നെതന്യാഹു നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ ജനതയെ അഭിസംബോധന ചെയ്തുകൊണ്ട് അല്പം നിമിഷങ്ങൾക്കകം സംസാരിക്കുമെന്നുള്ള ഒരു റിപ്പോർട്ടും വരുന്നുണ്ട്. ഈ നേതൻസ് നേരത്തെ തന്നെ ഇസ്രായേല് ആക്രമിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ വലിയ കുഴപ്പങ്ങൾ വന്നിട്ടുണ്ടെന്ന് അന്താരാഷ്ട്ര ന്യൂക്ലിയർ ഏജൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേസമയം ഇസ്രായേലിന്റെ വിദേശകാര്യമന്ത്രി പറയുന്നത്, അതായത് ഇവരുടെ ഒരു തുടർച്ചയായിട്ടുള്ള ഒരു ബോംബിംഗ് ക്യാമ്പയിൻ ഇറാനെതിരെ നടത്തിയത് കൊണ്ടാണ് ഈ 2-3 വർഷത്തേക്ക് അവർക്ക് ഒരു പൂർണ്ണ ബോംബ് ഉണ്ടാക്കാൻ പറ്റാത്ത ഒരു കാലതാമസം ഉണ്ടാക്കിയെടുത്തത്. ഇസ്രായേല് ഈ ഇന്നലെ കനത്ത ആക്രമണം ഒരു വശത്ത് നടത്തുകയും ചെയ്യുന്നുണ്ട്. അവര് മറ്റ് ആണവ നിലയ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നതിനോടൊപ്പം തന്നെ ആയുധപ്പുരകളും ഇറാന്റെ ആക്രമിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അത് മാത്രമല്ല 3 കമാൻഡർമാര് ഇവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. മുഹമ്മദ് സയ്യിദ് ഇസാദി ഉൾപ്പെടെയുള്ള 3 കമാൻഡർമാർക്കാണ് ഇന്നലെ കൊല്ലപ്പെട്ടത്. അമേരിക്ക, ഇസ്രായേലിൽ നിന്നുള്ള അമേരിക്കൻ പൗരന്മാർ ഉടൻ അവിടെ നിന്ന് ഒഴിഞ്ഞു പോകണം. ഒഴിഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്നവർ എത്രയും വേഗം ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യണമെന്നുള്ള ആവശ്യം വന്നിട്ടുണ്ട്. ഉന്മേഷ് ക്രിസ്റ്റ്യൻ, ഏതാണ്ട് 1979 US എയർഫോഴ്സ് ഈ ഇറാന്റെ വ്യോമാതിർത്തി കടന്ന് ഒരു ആക്രമണം നടത്തിയത്. അന്ന് ഇറാന്റെ ആഭ്യന്തര കലാപമായിരുന്നു. ജിമ്മി കാർട്ടർ പോലും ഒഴിവാക്കിയ ഒരു കാര്യമാണ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ നേരിട്ട് നടത്തിയിരിക്കുന്നത്. അത് മാത്രമല്ല, ഇപ്പോൾ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിന് ശേഷവും കഴിഞ്ഞ 2 തവണ അധികാരത്തിൽ വന്നപ്പോഴും ഈ പറയുന്ന ഈ വർഷത്തെ ക്യാമ്പയിനിലൊക്കെ ആണെങ്കിലും ട്രംപ് പറഞ്ഞിരുന്നത് തനിക്ക് യുദ്ധമില്ല, യുദ്ധത്തിനെതിരാണ്. കഴിഞ്ഞ ദിവസം പാകിസ്ഥാനെ കൊണ്ട് സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം വേണമെന്നൊക്കെ പറയിക്കുന്നു. അതിൽ നിന്നൊരു നിലപാട് മാറ്റം, നേരിട്ട് യുദ്ധത്തിലേക്ക് പങ്കെടുക്കാനുള്ള ഒരു മാറ്റം എങ്ങനെയാണ്? ഈ പറയുന്ന അഭിസംബോധനയിലും ഇക്കാര്യം അമേരിക്കൻ ജനതയ്ക്ക് മുമ്പിൽ ട്രംപ് വിശദീകരിക്കേണ്ടി വരില്ലേ? തീർച്ചയായിട്ടും ക്രിസ്റ്റീന, പുറത്തു പറയുന്നതും യഥാർത്ഥ കാര്യങ്ങളും തമ്മിൽ വലിയ വ്യത്യാസം വരും എപ്പോഴും. പ്രത്യേകിച്ച് ഒരു US പ്രസിഡന്റ് അധികാരം ഏൽക്കുന്നതിന് മുന്നേ ഉള്ള ഒരു ട്രാൻസിഷൻ പീരീഡ് ഉണ്ട്. ആ സമയത്താണ് രാജ്യം എവിടെ നിൽക്കുന്നു, രാജ്യത്തിന്റെ ഭീഷണികൾ എന്തൊക്കെയാണെന്ന് വിശദീകരിച്ചു കൊടുക്കുന്നത്. അപ്പോൾ തെരഞ്ഞെടുപ്പ് സമയത്ത് പറയുന്നതും പിന്നീടുണ്ടാകുന്ന തീരുമാനങ്ങളും തമ്മിൽ വലിയ വ്യത്യാസങ്ങൾ അതുകൊണ്ട് തന്നെ കാണാൻ സാധിക്കും. തന്നെയുമല്ല, ഈ പാകിസ്ഥാന്റെ ഉയർന്ന ഈ സൈനിക ഉദ്യോഗസ്ഥൻ അമേരിക്കയിൽ വന്ന് പോയത് പോലും ഒരു പക്ഷേ ഈ ഇറാൻ
ഇറാനെ ഈ അറ്റാക്ക് ചെയ്യാനുള്ള ഒരു തീരുമാനം എടുത്തതിന്റെ ശേഷം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള ഒരു സഹായം ഒഴിവാക്കാനായിരിക്കാം അതിനെ ഈ നോബൽ സമ്മാനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാർത്തകളിൽ നിന്ന് മിസ്ലീഡ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഇതായിരിക്കും. തന്നെയുമല്ല, നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ഏതാണ്ട് ഒരു 48 മണിക്കൂറായിട്ട് യുദ്ധം സംബന്ധിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ തരാതെ മിസ്ലീഡ് ചെയ്യിപ്പിക്കുകയായിരുന്നു. ഏറ്റവും കൂടുതൽ വാർ റൂം അല്ലെങ്കിൽ സിറ്റുവേഷൻ റൂം വൈറ്റ് ഹൗസിന്റെ ബേസ്മെന്റിൽ തുടർച്ചയായിട്ട് ഉള്ള യോഗങ്ങളിൽ ഡൊണാൾഡ് ട്രംപ് പങ്കെടുക്കുന്നുണ്ടായിരുന്നു. തന്നെയുമല്ല, ഇത് പങ്കെടുത്തതിന് ശേഷം ഡൊണാൾഡ് ട്രംപിന്റെ രീതി അനുസരിച്ച് കാര്യങ്ങൾ വിളിച്ചു പോകുന്ന ഒരു പതിവുണ്ട്. പക്ഷേ അദ്ദേഹം മാധ്യമങ്ങളുടെ ശ്രദ്ധ മാറ്റാനായിട്ട് ഇവിടെ പുതുതായിട്ട് വന്ന ഫ്ലാഗ് പോൾ നല്ല ഉയരമുണ്ട്, നല്ല ഷേപ്പ് ഉണ്ട്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് 2 ആഴ്ച സമയം വേണമെന്ന് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് വൈറ്റ് ഹൗസിലെ കാരലിൻ ലെവിറ്റിന് കൊടുത്ത ഒരു സ്റ്റേറ്റ്മെന്റിൽ കൂടിയാണ്. ഡൊണാൾഡ് ട്രംപിന് അങ്ങനെയുള്ള ഒരു സ്വഭാവമില്ല, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നേരിട്ട് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ സമീപ മണിക്കൂറുകളിൽ ഇറാനെ അമേരിക്ക ആക്രമിക്കുമോ എന്നുള്ളൊരു വിലയിരുത്തൽ ഉണ്ടായിരുന്നു.